നമസ്കാരം എല്ലാവർക്കും Sherlysmicrokitchen ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു വെജിറ്റേറിയൻ ഡിഷാണ്. അത് നമ്മുടെ പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ഞാനൊരു മന്ത്രം ചൊല്ലാൻ പോവാണ്. ഓം ക്രീം കുട്ടിച്ചാത്ത. ഈ കുടത്തിൽ നിന്ന് നമുക്കിങ്ങനെ ഭൂതങ്ങളെ ആവാഹിക്കുന്നത് പോലെയാണ് നമ്മുടെ ഡിഷിനെ നമ്മൾ പുറത്തെടുക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഡിഷിനെ ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉത്തരേന്ത്യൻ ഡിഷാണ് നവാബി ആലു. ഇതിൻ്റെ പേരിൽ തന്നെ ഒരു റോയൽ ടച്ചൊക്കെ ഉണ്ടല്ലേ, നവാബി ആലു. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കുകയും വേണം. ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ പൊട്ടറ്റോ ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിന്ന് നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയാറാണ് പതിവ്. പക്ഷേ ഈ ഒരു ഡിഷിൽ നമുക്ക് സ്കിൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉരുളൻകിഴങ്ങിനെ ഒന്ന് നല്ലതുപോലെ ചുരച്ച് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം, അതായത് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഓവർ കുക്കാവാൻ പാടില്ല, എന്നാലൊരു 80-85% കുക്കാവുകയും വേണം. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് തണുക്കാനാണ് വെച്ചിട്ടുള്ളത്. പൊട്ടറ്റോ എന്തിനാണ് തണുത്തതിന് ശേഷം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ സ്കിന്ന് നമ്മൾ ചൂടോടുകൂടി കട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങ് പോയി കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മീഡിയം ചൂടോടുകൂടി വളരെ സാവധാനത്തിൽ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ സ്കിൻ അതിലിങ്ങനെ ഉറച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊട്ടറ്റോ വെഡ്ജസിൻ്റെ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ രീതിയിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയാകാം. ഇനി ഈ പൊട്ടറ്റോസിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ പൊട്ടറ്റോസ് കുറച്ചധികം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനും നമുക്ക് പറ്റും. പക്ഷേ ഞാൻ അത്രയ്ക്ക് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഒരു രീതിയല്ല എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചിടുന്ന ആ ഒരു പ്രയാസം മാത്രമേ നമുക്ക് കുറച്ച് എണ്ണ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ഫുൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിടണം. ആദ്യം ഞാൻ ഈ പാനിലേക്ക് ഈ പൊട്ടറ്റോ മുഴുവൻ എടുത്തിട്ടപ്പോൾ എനിക്ക് തോന്നി ഇത്രയും നിറച്ചിടണ്ടായിരുന്നു. പക്ഷേ ഇത് ഫ്രൈ ആയി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിത്തരും. ഇപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം 2 സൈഡും മുരിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് വളരെ സാവധാനം തൊലിയൊന്നും പോകാതെ ഇങ്ങനെ നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കണം. നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് എണ്ണ ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതങ്ങ് മാറ്റിക്കളയാം. ഇത് ചാട്ട് മസാലയാണ്. ഉത്തരേന്ത്യൻ ടേസ്റ്റുകളിൽ ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു ടീസ്പൂൺ ചാട്ട് മസാല ആദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ഉത്തരേന്ത്യൻ രുചിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. അത് ഒരു ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും. നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഫ്രൈ ആയതാണ്. അപ്പോൾ ആ മേമ്പൊടിക്ക് മാത്രം കുറച്ച് ഉപ്പ് മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആംചൂറാണ്. ആംചൂർ എന്താണെന്ന് വെച്ചാൽ മാങ്ങ പൊടിച്ചതാണ്. എല്ലാ കടകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ലൊരു പുളിയുടെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ നവാബി ആലുവിന് ഒറിജിനൽ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ള എള്ളാണ്. അപ്പോൾ വെള്ള എള്ളും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് തന്നെ മാറും. അപ്പോൾ ഇതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് നല്ലതുപോലെ ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒന്നും കൂടെ മൊരിച്ചെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. യഥാർത്ഥ ടേസ്റ്റ് ആംചൂർ ചേർക്കുന്നത് തന്നെയാണ്. എന്നാലും നമ്മുടെ ഗരം മസാല പൗഡറും നാരങ്ങ നീരിൻ്റെ 1-2 തുള്ളി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും നാരങ്ങ നീരിൻ്റെ നീരൊന്നും ഒരുപാട് ചേർക്കരുത്. അപ്പോൾ നമ്മുടെ ആലു ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലേക്കാണ് കിടക്കാൻ പോകുന്നത്. സ്മോക്കിങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു ചെറിയൊരു പാത്രം, ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രമായാലും മതി, അതെടുത്ത് വെച്ചതിന് ശേഷം അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ഇത് ഉടനെ തന്നെ ചെയ്യണം കേട്ടോ. ആ ചൂടായിരിക്കുമ്പോൾ തന്നെ ചെയ്യണം, അല്ലാതെ കുറേ നേരം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഈ പരിപാടിക്ക് നിങ്ങൾ പോകരുത്. ആ ഫ്രൈ ആയി ചൂടോടെ കിട്ടുമ്പോൾ തന്നെ ചെയ്യണം. അപ്പോൾ ഒരു പാത്രം വെച്ചു. ഇനി അതിൻ്റെ നടുക്കോട്ട് നമ്മളൊരു ചാർക്കോൾ ഇങ്ങനെ കത്തിച്ചാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. അതതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു 3/4 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യിൽ നിന്ന് വരുന്ന പുകയാണ് നമ്മുടെ ഡിഷിനെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരുപാട് സ്മോക്കി സ്മെൽ ഇഷ്ടം അല്ലെങ്കിൽ വെറും ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതല്ല, സ്മോക്കി സ്മെൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റോളം ഒക്കെ വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ പുക വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് തുറന്നത്. അപ്പോൾ ഞാനൊരു 5-6 മിനിറ്റൊക്കെ ഞാനും വെച്ചിട്ടുള്ളൂ. ഒരുപാട് സ്മോക്കി ടേസ്റ്റ് എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ സ്മോക്കി നവാബി ആലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത്
നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വന്ന് പറയാൻ തീർച്ചയായിട്ടും മറക്കരുത്. അപ്പം മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.